മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദും നസ്രിയയും. ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്യുകയായിരുന്നു ഇരുവരും. വിവാഹ സമയത്ത് നിരവധി വിമർശനങ്ങളും താരങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസമാണ് വിമർശിക്കപ്പെട്ടത്. ഫഹദ് എപ്പോഴും സിനിമയിൽ വളരെ സജീവമാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇതിനോടകം തന്നെ ഫഹദ് ചെയ്തു. നസ്രിയ ഇടവേളകളിലാണ് സിനിമകൾ ചെയ്യുന്നത്. ഏറ്റവും പുതിയതായി ബേസിലിനൊപ്പം നായികയായി അഭിനയിച്ച നസ്രിയയുടെ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാളത്തിൽ ഏറ്റവും ജനപ്രിയ നായികയായി മാറാൻ നസ്രിയയ്ക്ക് സാധിച്ചിരുന്നു. ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ് കൂടെ പോലുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായികയാണ് നസ്രിയ. പിന്നീടാണ് നസ്രിയ നടൻ ഫഹദ് ഫാസിലിനെ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും ഇടവേളയെടുക്കുന്നതും. വിവാഹശേഷം നസ്രിയ മടങ്ങി വന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു. ഇതിനുശേഷം നസ്രിയ പിന്നീട് സിനിമകളൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോഴിതാ നസ്രിയ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ്. സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നസ്രിയയുടെ തിരിച്ചുവരവ്. 4 വർഷത്തിന് ശേഷം നസ്രിയ അഭിനയിക്കുന്ന സിനിമയാണിത്. MCGയിൽ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ബേസിൽ ജോസഫാണ്. ഇപ്പോഴത്തെ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ഫഹദിനൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പരിഹാസത്തെപ്പറ്റിയും പറയുകയാണ് നടി. കല്യാണം കഴിക്കുമ്പോഴേ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, രണ്ടുപേരുടെയും സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തരുതെന്ന്. ഒരാളുടെ സ്വഭാവത്തെ മാറ്റിക്കളയാനുള്ളതാണോ വിവാഹമെന്ന് നസ്രിയ ചോദിക്കുന്നു. സുഹൃത്തുക്കളായിരിക്കുമ്പോൾ ഞങ്ങൾ എന്തായിരുന്നു അത് ഇന്നും തുടരുകയാണ്. ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത് എൻ്റെ പ്രോപ്പർട്ടി ഒന്നുമല്ല, എനിക്ക് എഴുതി തന്ന സ്ഥലമൊന്നുമല്ലല്ലോ. ഞാനും അതുപോലെ തന്നെ 2 വ്യക്തികളായി നിൽക്കുന്നത് കൊണ്ടാണ് അന്നത്തെ അതേ വൈബ് തുടരാനാകുന്നത്. ഫഹദിനെ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നോക്കാറില്ല, പക്ഷേ വൃത്തിയെക്കുറിച്ച് കുറച്ച് വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. ഒരു വസ്തു വെച്ച സ്ഥലത്തുനിന്ന് എടുത്താൽ അത് അവിടെ തന്നെ വെക്കണം. ഞാൻ ബഹളമുണ്ടാക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമാണെന്ന് നടി കൂട്ടിച്ചേർത്തു. ഞാൻ സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമൻറ്റുകളൊന്നും വായിക്കാറില്ല, വാർത്തയാകുമ്പോഴാണ് അറിയുന്നത്. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രായവ്യത്യാസത്തിൽ നെഗറ്റീവ് കമൻറ്റുകളുമായി ചിലർ വന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തടി വെച്ചപ്പോൾ മോശം കമൻറ്റുകൾ ഇട്ടവരുണ്ട്. ഫഹദിനൊപ്പം ഒരു സിനിമ ചെയ്യുമെന്ന ചോദ്യത്തിന് നസ്രിയയുടെ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെ ഒരു സിനിമ ആലോചനയിലില്ലെന്ന് പറയുന്നില്ല. രണ്ടുപേർക്കും ഒന്നിച്ച് വരാനുള്ള കഥ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. ട്രാൻസിന് മുമ്പ് സിനിമ ആലോചിച്ചെങ്കിലും നടന്നില്ല. ഞാനും ഷാനയും ഒന്നിച്ചു വരുമ്പോൾ അത് ഗംഭീരമാവണം. ഭാര്യയും ഭർത്താവും കഥാപാത്രങ്ങളായ ഒരുപാട് കഥകൾ വരുന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഘടകം വേണ്ടേ? ഒരുമിച്ച് ഒരു സിനിമ എന്നത് ചാലഞ്ചിങ് ആണ്. രണ്ടുപേരും വീട്ടിൽ വന്ന് അഭിനയിച്ചതുപോലെ തോന്നലുണ്ടാവാൻ പാടില്ല. 2 കഥാപാത്രങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. ഈ കടമ്പകളൊക്കെ കടന്നാലേ ഒരുമിച്ചുള്ള സിനിമ സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നസ്രിയ പറഞ്ഞത്.